നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കി നിർത്തിയിരുന്നത് സെബി ഗൈഡ്ലൈൻസ് ഫോർ ഇഷ്യൂ ബോണസ് ഷെയർസ് എന്നുള്ള ആ ഒരു ഏരിയയുടെ തൊട്ടുമുമ്പ് വരെയുള്ള പോർഷൻസ് ആയിരുന്നു. ഓക്കെ. ഇനി നമ്മൾ സെബി ഗൈഡ്ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. ഓക്കെ. അതിൽ ഒന്നാമത്തെ എന്താണ്? ഇഷ്യൂ ബോണസ് ഷെയർസ് ആഫ്റ്റർ എനി പബ്ലിക് ഓർ റൈറ്റ് ഇഷ്യൂ ഈ സബ്ജക്ട് ടു ദി കണ്ടീഷൻ ദാറ്റ് നോ ബോണസ് ഇഷ്യൂ ഷാൽ ബി മെയ്ഡ് വിച്ച് വിൽ ഡൈല്യൂട്ട് ദി വാല്യൂ ഓഫ് ദി റൈറ്റ് ഓഫ് ഹോൾഡേഴ്സ് ഓഫ് ഡിബഞ്ചർ കൺവേർട്ടബിൾ ഫുള്ളി ഓർ പാർഷ്യലി. അത് നമുക്കറിയാം ഡിബഞ്ചർ ഏതൊരു ടൈപ്പിലുണ്ട്, കൺവേർട്ടബിൾ ഡിബഞ്ചർ. ആ ഡിബഞ്ചറിനെ നമുക്ക് എന്ത് ചെയ്യാം, റെഡീം ചെയ്യുന്ന സമയത്ത് അതിനെ മറ്റൊരു സെക്യൂരിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ ഡിബഞ്ചറുടെ റൈറ്റ് ആണ് അത്. അങ്ങനെ ആ ഒരു റൈറ്റ് ഉള്ള ഡിബഞ്ചർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആ റൈറ്റ് ഉള്ള ഒരു ഡിബഞ്ചർ ആണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ആ അവകാശത്തെ എന്താണ് ഹനിക്കുന്ന തരത്തിൽ നമുക്ക് ബോണസ് ഷെയറോ അല്ലെങ്കിൽ എന്താണ് റൈറ്റ് ഇഷ്യൂ നടത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ഗൈഡ് ലൈൻസിൽ ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത് നോക്കൂ, റിസർവ് ക്രിയേറ്റഡ് ബൈ റീവാലുവേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ആർ നോട്ട് ക്യാപിറ്റലൈസ്ഡ്. നമുക്കറിയാം റിസർവിൽ നിന്നും നമ്മൾ ഒരുപാട് കാലം അക്യൂമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ റിസർവിൽ നിന്നോ പ്രോഫിറ്റിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്തുന്നത്. പക്ഷെ നമുക്ക് റീവാലുവേഷൻ, അസറ്റിന്റെ റീവാലുവേഷൻ, ഫിക്സ്ഡ് അസറ്റിന്റെ റീവാലുവേഷൻ വഴി ഉണ്ടാകുന്ന റീവാലുവേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ റീവാലുവേഷൻ റിസർവ് ഉപയോഗിച്ച് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ബോണസ് ഷെയർ ഇഷ്യൂ നടത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. അടുത്ത പോയിന്റ് നോക്കൂ, ദ കമ്പനി ഹാസ് നോട്ട് ഡിഫാൾട്ടഡ് ഇൻ പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ പ്രിൻസിപ്പൽ ഇൻ റെസ്പെക്ട് ഓഫ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഓർ ഡെപ്റ്റ് സെക്യൂരിറ്റി ഇഷ്യൂഡ് ബൈ ഇറ്റ്. അതായത് കമ്പനി ഡിഫാൾട്ട്, കമ്പനി ഒരു കാര്യത്തിലും വീഴ്ച വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കാര്യത്തിലൊക്കെയാണ്, അതായത് കമ്പനി അവരുടെ നേരത്തെ ഇഷ്യൂ നടത്തിയിട്ടുള്ള എന്താണ് ഡിബഞ്ചറിന്, അതുപോലെ തന്നെ എന്താണ് മറ്റ് ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, മറ്റു സെക്യൂരിറ്റീസ് ഒക്കെ. അപ്പൊ അതിനൊക്കെ കമ്പനി ആനുവലി എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് നൽകണം. അപ്പൊ അതിന് അവർക്ക് നൽകേണ്ട ഇൻട്രസ്റ്റ് ഒന്നും നൽകാതെ ആവരുത് എന്ത് ചെയ്യേണ്ടത്, ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്തേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് ഡിഫാൾട്ട് വരുത്താതെ കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് ഒക്കെ നൽകുന്ന ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബോണസ് ഇഷ്യൂ നടത്താൻ നടത്താൻ സാധിക്കുകയുള്ളൂ നിയമപ്രകാരം. ഓക്കെ, സെബി പറയുന്നത് അങ്ങനെയാണ്. പിന്നെ അടുത്ത് നോക്കൂ, എന്താണ് അപ്പൊ നോ ഡിഫാൾട്ട് എന്നാണ് പറയുന്നത്. ഡിഫാൾട്ട് ഉണ്ടാവാൻ പാടില്ല, ഇൻട്രസ്റ്റിന്റെ പേയ്മെന്റ് കേസിലും ഡിഫാൾട്ട് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് അതിനോട് കണ്ടിന്യൂഷൻ തന്നെയാണ്. എന്താണ്, എംപ്ലോയീസിനോടുള്ള സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി, നിയമപരമായിട്ട് എംപ്ലോയീസിനോടുള്ള കുറെ ബാധ്യതകളുണ്ട്. എംപ്ലോയീസിന് കൃത്യമായി സാലറി നൽകുക, പ്രൊവിഡന്റ് ഫണ്ടിൽ പേയ്മെന്റ് നടത്തുക, ഗ്രാറ്റുവിറ്റി, അങ്ങനെ എംപ്ലോയീസിന് നൽകേണ്ട കാര്യങ്ങളിലും എന്ത് വരുത്താൻ പാടില്ല, വീഴ്ച വരുത്തിയിട്ട് നമ്മൾ എന്താണ് സ്വരൂപിച്ച് വെക്കുന്ന, അതായത് നൽകേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച റിസർവ് ആവരുത്. ഓക്കെ, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, ബോണസ് ഷെയറിന്റെ ഇഷ്യൂന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് അവിടെ ചുരുക്കി പറഞ്ഞാൽ അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിഫാൾട്ട് വരുത്താൻ പാടില്ല. രണ്ട് കേസിലാണ്. ഏത് കേസിലാണ്? ഒന്ന് ഇൻട്രസ്റ്റ് നൽകുന്ന കാര്യത്തിൽ, മറ്റൊന്ന് എംപ്ലോയീസിനോടുള്ള ഡ്യൂട്ടി നിർവഹിക്കുന്ന കാര്യത്തിൽ. ഇത് രണ്ടിലും ഡിഫാൾട്ട് വരുത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കൂ, എ കമ്പനി വിച്ച് അനൗൺസ് ഇറ്റ്സ് ബോണസ് ഇഷ്യൂ ആഫ്റ്റർ ദി അപ്രൂവൽ ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മസ്റ്റ് ഇംപ്ലിമെന്റ് ദി പ്രൊപ്പോസൽ വിത്തിൻ എ പീരീഡ് ഓഫ് 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് സച്ച് അപ്രൂവൽ. നമുക്കറിയാം എന്താണ്, ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബോണസ് ഷെയർ ഇഷ്യൂ നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ആരുടെ അടുത്തിന് അപ്രൂവൽ കിട്ടണം, ജനറൽ മീറ്റിംഗിൽ അപ്രൂവൽ കിട്ടണം. ജനറൽ മീറ്റിംഗിൽ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ, ആ പ്രപ്പോസൽ അപ്രൂവൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ബോണസ് ഷെയർസ് 6 മാസം, വിത്തിൻ 6 months 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അത് ഇംപ്ലിമെന്റ് ചെയ്യണം, ബോണസ് ഷെയർ ഇഷ്യൂ നടത്തണം. ഓക്കെ, അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. 6 മാസത്തിനുള്ളിൽ അതിന്റെ ബോണസ് ഷെയർ ഇഷ്യൂ നടത്തിയിരിക്കണം. അടുത്ത പോലെ നോക്കൂ, ദ ബോണസ് ഷെയർ ഷാൽ നോട്ട് ബി ഇഷ്യൂഡ് ഇൻ ലിeu ഓഫ് ഡിവിഡൻഡ്. അപ്പോൾ ഡിവിഡൻഡിന് പകരമായിട്ട് ബോണസ് ഷെയറിന്റെ ഇഷ്യൂ നമുക്ക് അങ്ങനെ കണക്കാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡിവിഡൻഡിന് പകരമായിട്ടാവരുത് എന്ത്, ബോണസ് ഷെയറിന്റെ ഇഷ്യൂ. ഓക്കെ, ഡിവിഡൻഡ് നൽകണം, എക്സ്ട്രാ ഡിവിഡൻഡ് എല്ലാ വർഷവും നൽകുന്നതാണ്, എക്സ്ട്രാ നൽകുന്ന ഒന്നാണ് എന്ത്, ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ. ഇത് ഡിവിഡൻഡിന് പകരമാവാൻ പാടില്ല. ഓക്കെ, ദെൻ അടുത്ത് നോക്കൂ, വൺസ് ദ ഡിസിഷൻ ടു മേക്ക് എ ബോണസ് ഇഷ്യൂ ഈസ് അനൗൺസ്ഡ് ദ ഇഷ്യൂ കനോട്ട് ബി വിത്ഡ്രോൺ. അതായത് വൺസ് അനൗൺസ്ഡ് ബോണസ് ഇഷ്യൂ കനോട്ട് ബി വിത്ഡ്രോൺ. നമ്മളൊരു എന്താണ് അനൗൺസ് ചെയ്തു, ബോണസ് ഷെയർ കൊടുക്കുവാൻ വേണ്ടിയിട്ട് കമ്പനി തീരുമാനിച്ചു, അനൗൺസ് ചെയ്തു എന്ന് വിചാരിക്കുക. പിന്നെ കമ്പനിക്ക് ആ ഒരു തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ സാധിക്കില്ല, പിന്മാറാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നോക്കൂ, ഇഫ് ദ സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എക്സീഡ്സ് ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആസ് എ റിസൾട്ട് ഓഫ് ബോണസ് ഇഷ്യൂ, then resolution should be passed by the company at its general body meeting for increasing the authorized capital. കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, കമ്പനിക്ക് മാക്സിമം എത്ര ക്യാപിറ്റൽ കളക്ട് ചെയ്യാമെന്ന് കമ്പനിയുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടാവും, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത്. അപ്പൊ ആ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓതറൈസ്ഡ് ക്യാപിറ്റലിന് മുകളിലേക്ക് എന്താണ് ഈ ബോണസ് ഷെയറിന്റെ ഇഷ്യൂവിന്റെ ഭാഗമായിട്ട് എന്താണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓതറൈസ്ഡ് ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ എന്താണ് നമ്മുടെ ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റലോ അല്ലെങ്കിൽ എന്താണ് സബ്സ്ക്രൈബ് ക്യാപിറ്റലോ എത്തുകയാണെന്ന് വിചാരിക്കുക.
അങ്ങനെയെങ്കിൽ കമ്പനി ആദ്യം ചെയ്യേണ്ട എന്താണ്, കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. കാരണം 2 ലക്ഷം രൂപയാണ് കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് വിചാരിക്കുക. കമ്പനി ബോണസ് ഷെയറിന്റെ ഇഷ്യൂ നടത്തിയപ്പോൾ അത് എന്താണ് ഒരു 3 ലക്ഷത്തേക്ക് എത്തുകയാണ്. അതായത് ബോണസ് ഷെയറിന്റെ ഇഷ്യൂ കൂടി കഴിഞ്ഞപ്പോൾ കമ്പനിയുടെ മൊത്തം ക്യാപിറ്റൽ എത്ര ആയിട്ട് മാറാണ്, ഒരു 3 ലക്ഷമായിട്ട് മാറാണ് വിചാരിക്കുക. അപ്പൊ കമ്പനി ആദ്യം എന്ത് ചെയ്യണം, കമ്പനി ആദ്യം ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ലിമിറ്റ് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് അതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ സെബി ഗൈഡ് ലൈൻസിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, എന്താണ് ബോണസ് ഷെയറിന്റെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് എന്താണ് നിലവിലുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ റൈറ്റ് അധികാരങ്ങളിലൊന്നും ഡൈല്യൂട്ട് ആവാൻ പാടില്ല. രണ്ടാമത്തെ കേസ് എന്താണ്, നമ്മൾ റിസർവിൽ നിന്ന് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ബോണസ് ഷെയർ രജിസ്റ്റർ നടത്തുന്നതെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ റീവാലുവേഷൻ അസറ്റിന്റെ ഫിക്സ്ഡ് അസറ്റിന്റെ റീവാലുവേഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള റീവാലുവേഷൻ റിസർവ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ബോണസ് ഷെയർ രജിസ്റ്റർ നടത്താൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെന്താണ്, ബോർഡിന്റെ അടുത്ത് നിന്ന് അപ്രൂവൽ മേടിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ജനറൽ മീറ്റിംഗിൽ എന്ത് ചെയ്യണം, ഈ അപ്രൂവൽ മേടിക്കണം ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട്. പിന്നെ ഡിഫാൾട്ട് ഒന്നും വരുത്താൻ പാടില്ല എന്ന് പറയുന്നു. ഡിഫാൾട്ട് ആരുടെയൊക്കെ കാര്യങ്ങളിലാണ്, അതായത് നമ്മൾ പുറത്തേക്ക് നൽകേണ്ട, കമ്പനി നൽകേണ്ട വർഷം നൽകേണ്ട ഇൻട്രസ്റ്റ് പേയ്മെന്റ്, ഫിക്സ്ഡ് ഡിപ്പോസിറ്റിന് നൽകേണ്ട ഇൻട്രസ്റ്റ്, ഡെപ്റ്റ് സെക്യൂരിറ്റീസ് നൽകേണ്ട ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അത്തരം ഇൻട്രസ്റ്റ് പേയ്മെന്റിലൊന്നും എന്തുണ്ടാകാൻ പാടില്ല, ഡിഫാൾട്ട് വീഴ്ച വരുത്താൻ പാടില്ല. അതുപോലെ തന്നെ എന്താണ്, എംപ്ലോയീസ് നൽകേണ്ട എന്താണ് പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ബോണസ് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വീഴ്ച വരുത്താൻ പാടില്ല. അത്തരം കാര്യങ്ങളൊക്കെ വീഴ്ച വരുത്തിയിട്ട് നമ്മൾ സ്വരൂപിച്ച് വെച്ച ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ബോണസ് ഷെയർ ഇഷ്യൂ നടത്താൻ തീരുമാനിച്ചതെങ്കിൽ അത് സെബി അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെന്താണ്, ഒരു വട്ടം നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ് നമ്മൾ പിന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ് ആയിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ബോണസ് ഷെയർസ് നമുക്ക് ഡിവിഡൻഡ് പകരമായിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെബി ഗൈഡ് ലൈൻസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, സോഴ്സസ് ഓഫ് ബോണസ് ഇഷ്യൂ. ബോണസ് ഇഷ്യൂമായി ബന്ധപ്പെട്ട ഏതൊക്കെ സോഴ്സിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ടാണ് ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുന്നത് നോക്കുക. ആസ് പെർ സെക്ഷൻ 63 സബ്സെക്ഷൻ 1 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013, എ കമ്പനി ഇഷ്യൂ fully paid bonus shares to its members in any manner whatsoever out of the following reserve. അപ്പൊ താഴെ പറയുന്ന ഏതെങ്കിലും റിസർവിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്പനിക്ക് ബോണസ് ഷെയർ ഇഷ്യൂ നടത്താമെന്ന് പറയുന്നത്. അതൊന്ന് റവന്യൂ റിസർവിൽ നിന്നും ഉപയോഗിച്ചുകൊണ്ട് നടത്താം. അതുപോലെ തന്നെ താഴെ പറയുന്ന ക്യാപിറ്റൽ റിസർവിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കമ്പനിക്ക് എന്ത് നടത്താം, ബോണസ് ഷെയർസിന്റെ ഇഷ്യൂ നടത്താം. അപ്പൊ ഏതൊക്കെയാണ് റവന്യൂ റിസർവ്സ് നോക്കൂ, എന്തൊക്കെയാണ്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ബാലൻസ് പറ്റും. പിന്നെ എന്താ, ജനറൽ റിസർവിൽ നിന്നുള്ള എമൗണ്ട് പറ്റും. പിന്നെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലുള്ള അല്ലെങ്കിൽ എന്താണ് ഡിബഞ്ചർ റിഡംഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഫണ്ട് ഉണ്ടെങ്കിൽ അതിലെ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോണസ് ഷെയർ ഇഷ്യൂ നടത്താം. ഡിവിഡൻഡ് ഈക്വലേഷൻ റിസർവ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബോണസ് ഷെയർ ഇഷ്യൂ നടത്താം. അപ്പൊ ഇതൊക്കെ എന്താണ്, റവന്യൂ റിസർവുകളാണ്. അതുപോലെ ക്യാപിറ്റൽ റിസർവുകൾ ഏതൊക്കെയാണ്, കമ്പനി പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ, അത് കമ്പനി രൂപീകരിക്കുന്നതിന് മുമ്പ്, അതായത് കമ്പനി രജിസ്ട്രേഷൻ ഒക്കെ നടത്തുന്നതിന് മുമ്പ് കമ്പനി ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോണസ് ഷെയർ ഇഷ്യൂ നടത്താം. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഓർ ബിസിനസ്, ഫിക്സ്ഡ് അസറ്റോ ബിസിനസിന്റെ എന്താണ് സെയിലിൽ നിന്നുണ്ടാകുന്ന ലാഭം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ബോണസ് ഷെയർ ഇഷ്യൂ നടത്താം. പിന്നെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ പഠിച്ച സമയത്ത് അവിടെ എന്താണ് CRR ക്രിയേറ്റ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ക്രിയേറ്റ് ചെയ്ത് വെച്ച CRR എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്താം. ഓക്കെ. പിന്നെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് കളക്ടഡ് ഇൻ ക്യാഷ് ഉണ്ട്. അപ്പൊ ക്യാഷിന്റെ രൂപത്തിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്താം. അപ്പോൾ ഈ പ്രധാനപ്പെട്ട സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണ്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ റവന്യൂ പ്രോഫിറ്റും ഉപയോഗിക്കാം, ക്യാപിറ്റൽ റിസർവും ക്യാപിറ്റൽ പ്രോഫിറ്റും നമുക്ക് ഉപയോഗിക്കാം എന്നർത്ഥം. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കൂ, നിങ്ങൾ ഇവിടെ നോക്കൂ, ടൈപ്സ് ഓഫ് ബോണസ് ഇഷ്യൂ. ബോണസ് ഇഷ്യൂ 2 തരത്തിലുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്, നമ്മൾ 3 തരത്തിൽ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അതായത് ക്യാഷ് ബോണസ് നൽകുന്നുണ്ട്. പിന്നെ ബോണസ് ഷെയർസിന്റെ ഇഷ്യൂ 2 തരത്തിലുണ്ട്. ഒന്ന് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസും ഒന്ന് പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറയും. അതായത് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം. വെൻ ബോണസ് ഷെയർസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീ ഓഫ് കോസ്റ്റ് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് ഹോൾഡിംഗ്, ഇറ്റ് ഈസ് കോൾഡ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്. ഒരു കമ്പനി എന്താണ് നിലവിൽ ഒരു 1000 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. ആ 1000 ഷെയർ ഹോൾഡേഴ്സിന് ഒരു 10 ഷെയർ, ഓരോ 10 ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക് 2 ഷെയർ വീതം നൽകാൻ കമ്പനി തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അതെന്താണ്, അത് ഒരു പ്രോറാറ്റ ബേസിസിൽ, ഒരു പ്രൊപ്പോർഷൻ ബേസിസിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ എന്ത് ചെയ്യാണ്, ബോണസ് ഷെയർ നൽകുകയാണ്.
അങ്ങനെ പ്രൊപ്പോർഷൻ ബേസിസിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ നൽകുന്നതിനെയാണ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ് പാർട്ലി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം കമ്പനി ഈ ഷെയർസിന്റെ എമൗണ്ട് കളക്ട് ചെയ്യുന്നത് മൊത്തം എമൗണ്ട് ഒരുമിച്ചായിരിക്കില്ല. ഇപ്പോൾ ഒരു 100 രൂപ വിലയുള്ള ഷെയർ ആണെങ്കിൽ കമ്പനി ചിലപ്പോൾ അതിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് ഒരു 80 രൂപയ്ക്കായിരിക്കും. ബാക്കി 20 രൂപ പിന്നീട് കമ്പനിക്ക് എപ്പോഴാണ് നെസസറി വരുന്നത് ആ സമയത്തായിരിക്കും അവർ കളക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള ഷെയറിനെ എന്താ വിളിക്കുക? പാർട്ലി പെയ്ഡ് ഷെയർസ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ പാർട്ലി പെയ്ഡ് ഷെയർസിനെ എന്താക്കി മാറ്റും? ഫുള്ളി പെയ്ഡ് ഷെയർ ആക്കി മാറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ബോണസിലെ നമ്മൾ ബോണസ് നൽകാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിലാണ് ബോണസ് ഇഷ്യൂ ഉണ്ടാവുക. ഒന്ന് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസും മറ്റൊന്ന് പാർട്ലി പെയ്ഡ് ബോണസ് ഷെയർസും. വെൻ ബോണസ് ഈസ് അപ്പൈഡ് ഫോർ കൺവേർട്ടിംഗ് പാർട്ലി പെയ്ഡ് ഷെയർസ് ഇൻടു ഫുള്ളി പെയ്ഡ് ഷെയർസ്, അതായത് നമ്മൾ കമ്പനിയിലുള്ള പാർട്ലി പെയ്ഡ് ഷെയറിനെ ഫുള്ളി പെയ്ഡ് ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോണസ് എമൗണ്ട് ഉപയോഗിക്കുകയാണ് എങ്കിൽ അതിനെ ആ ടൈപ്പിനെ വിളിക്കുന്ന പേരാണത് പാർട്ലി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾറെഡി നമ്മുടെ കമ്പനിയിലുള്ള കമ്പനിയുടെ ഷെയർസ് എല്ലാം ഫുള്ളി പെയ്ഡ് ഷെയർ ആണ് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ ഷെയർ ഹോൾഡിങ്ങിന് ഈക്വൽ ആയിട്ട് ഒരു പ്രൊപ്പോർഷണലി അവർക്ക് എന്ത് ചെയ്യും? പുതിയ ഒരു ബോണസ് ഷെയർ ഇഷ്യൂ നടത്തും. അങ്ങനെയെങ്കിൽ അത് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാർട്ലി പെയ്ഡ് ബോണസ് ഷെയർസ് എന്താണ്, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് എന്താണ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ഒരു ഷെയറിന്റെ വില 100 രൂപയാണ്. ഓക്കെ, ആ 100 രൂപയും കമ്പനി ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ഫുൾ എമൗണ്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി അഡീഷണൽ ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുകയാണെങ്കിൽ അത് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറയും. ഓക്കെ, പാർട്ലി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനി 100 രൂപ വിലയുള്ള ഒരു ഷെയർ ഇഷ്യൂ നടത്തി, പക്ഷെ കമ്പനി അതിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 60 രൂപയാണ്. ഇനിയും അതിൽ നിന്ന് ഒരു 40 രൂപ കളക്ട് ചെയ്യാനുണ്ട്. പക്ഷെ കമ്പനി എന്ത് തീരുമാനിക്കുന്നു? ഇനി അവർ തരാനുള്ള ആ 40 രൂപ നിങ്ങൾ തരണ്ട, പകരം എന്താണ് നമ്മുടെ കമ്പനിയുടെ കയ്യിലുള്ള റിസർവ് അതിലേക്ക് മാറ്റി വെച്ചോളാം. അപ്പോൾ എന്ന് പറയാണ്. അപ്പൊ തരാനുള്ള എമൗണ്ട് ഇനി തരണ്ട, പകരം കമ്പനി എന്ത് ചെയ്യുന്നു? അതിലേക്ക് എമൗണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസിലാണ് ഇത് പാർട്ലി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്, അക്കൗണ്ടിങ് എൻട്രീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പം ഒന്ന് എന്താണ് കമ്പനി നമ്മൾ പറഞ്ഞ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 2 ടൈപ്പ് എൻട്രീസ് വരാം. ഒന്ന് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ, നമ്മൾ കമ്പനി ഇഷ്യൂ നടത്തുന്ന ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എന്താണ് എൻട്രി വരിക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ എൻട്രി വരുന്നത് 2 രീതിയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തായിരിക്കും? ആദ്യം ഏത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുന്നത്. ഓക്കെ, അതിന് എന്ത് ചെയ്യണം? ആ ഫണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അത് ആർക്കാണ് ആ ബോണസ് കൊടുക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സിനാണ്. അതുകൊണ്ട് എന്താ കൊടുക്കുന്നത്? ബോണസ് ആണ്. അപ്പൊ എന്താ? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് എന്ന് വരും. എൻട്രി നോക്കൂ. ക്യാപിറ്റൽ റിസർവിൽ നിന്നുള്ള ഫണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ. ക്യാപിറ്റൽ റിസർവിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിക്കുന്നു. സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിക്കുന്നു. CRR ക്യാപിറ്റൽ റിഡംഷൻ റിസർവിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഡിവിഡന്റ് റിഡംഷൻ റിസർവിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിക്കാം അല്ലെ? അപ്പൊ നമുക്ക് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെ ഫണ്ട് ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പൊ ആ ഫണ്ടുകൾ ഏതാണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ അത് നമുക്ക് ഇവിടെ എടുക്കാം. ഓക്കെ, ആ ഫണ്ട് ആ ഫണ്ടിൽ നിന്നും എങ്ങോട്ട് മാറ്റണം? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്, അതായത് ഷെയർ ഹോൾഡർക്ക് ബോണസ് നൽകാൻ വേണ്ടിയിട്ട് അല്ലെ? അതുകൊണ്ട് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏതിൽ നിന്നാണോ നമ്മൾ ഫണ്ട് എടുക്കുന്നത് അതിൽ നിന്നും എന്ത് ചെയ്യണം? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് നൽകാനുള്ള അക്കൗണ്ടിലേക്ക് ആ ഫണ്ടിനെ മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ എൻട്രി ആയിട്ട് വരുന്നത്. ക്യാപിറ്റൽ റിസർവിൽ നിന്നാണ് നമ്മൾ ഫണ്ട് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എഴുതണം. ഓക്കെ, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്നാണ് എടുക്കുന്നതെങ്കിലോ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് എഴുതണം. ക്ലിയർ? അങ്ങനെയാണ് വരിക. അപ്പൊ ഇത് ബോണസ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് വരുന്ന എൻട്രി ആണിത്. ക്ലിയർ? കമ്പനി ബോണസ് കൊടുക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് വരുന്ന എൻട്രി. ഇനി എന്ത് ചെയ്യണം? കമ്പനി ആ ബോണസിന് എന്ത് ചെയ്യണം? ബോണസ് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ കമ്പനി ബോണസ് ക്യാഷ് അല്ല കൊടുക്കുന്നത്. ക്യാഷ് ആണെങ്കിൽ എന്ത് ചെയ്തു? ക്യാഷ് ആണെങ്കിൽ നമ്മൾ ഇവിടെ എഴുതും ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് എന്ന് എഴുതും. ക്യാഷാണ് കൊടുക്കുന്നതെങ്കിൽ. സോ കമ്പനി ക്യാഷ് അല്ല കൊടുക്കുന്നത്. അവർക്ക് എന്താ കൊടുക്കുന്നത്? അവർക്ക് ഷെയർ ക്യാപിറ്റലാണ് കൊടുക്കുന്നത്. അപ്പൊ എന്തായിരിക്കും എൻട്രി ചെയ്തേണ്ടത്? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ മുകളിൽ എഴുതി കഴിഞ്ഞു. എന്താ കൊടുക്കുന്നത്? ബോണസ് ഷെയർ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എന്തുകൊണ്ടാണ് ഈ എൻട്രി വന്നത്? ഈ ഷെയർ ക്യാപിറ്റൽ എഴുതാനുള്ള കാരണം എന്താണ്? നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് നൽകുന്നത് എന്താണ്? പുതിയ ഷെയർ ആണ് നൽകുന്നത്, അല്ലാതെ ക്യാഷ് അല്ല. ക്യാഷ് ആണെങ്കിൽ ടു ക്യാഷിന് എഴുതും. പക്ഷെ ഇവിടെ ക്യാഷ് അല്ല നൽകുന്നത്. ഇവിടെ എന്താണ്? പുതിയ ഷെയർ ആണ് നൽകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ എൻട്രി? ഇനി അടുത്ത നോക്കൂ. അടുത്ത കേസ് എന്താണ്? വെൻ ഇഷ്യൂഡ് അറ്റ് പ്രീമിയത്തിലാണ് നമ്മൾ ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്തുന്നത് വിചാരിക്കുക. ആ കേസിലും എന്താ ജനറൽ എൻട്രി വരിക? സെയിം. എന്ത് ചെയ്യണം? നമ്മൾ ആദ്യത്തെ എൻട്രി എന്താണ്? ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നുള്ളതാണ്.
അപ്പൊ നമ്മൾ ആ എൻട്രി ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്, അതായത് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് നൽകുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ അക്യുമുലേറ്റഡ് റിസർവിൽ നിന്നുള്ള പണം അതിലേക്ക് മാറ്റുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തൊക്കെ റിസർവ് ഉണ്ടോ അതിൽ നിന്നുള്ള പണം ഇതിലേക്ക് മാറ്റാം അല്ലെ. റവന്യൂ പ്രോഫിറ്റ് എടുക്കാം, ക്യാപിറ്റൽ പ്രോഫിറ്റ് എടുക്കാം നമ്മൾ പഠിച്ചു. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്, ക്യാപിറ്റൽ ഡെംസ് റിസർവ് അക്കൗണ്ട്, സിങ്കിങ് ഫണ്ട്, ജനറൽ റിസർവ് അക്കൗണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഫണ്ടൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനർത്ഥം എന്താണ്, ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് നൽകാൻ കമ്പനി തീരുമാനിച്ചു എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി എന്താ അടുത്ത എൻട്രി? അടുത്ത എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനി ബോണസ് നൽകാൻ തീരുമാനിച്ചു. അപ്പോൾ ബോണസ് നൽകാൻ തീരുമാനിച്ച് കമ്പനി ബോണസിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി, അതാണ് ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ട്. ആ ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ടിൽ നിന്നുള്ള പണം ഉപയോഗിച്ചിട്ട് ഇനി എന്ത് ചെയ്യും, കമ്പനി അവർക്ക് ഷെയർ നൽകും. അതുപോലെ തന്നെ ഇവിടെ ഇഷ്യൂ അറ്റ് പ്രീമിയം ആയതുകൊണ്ട് ആ സെക്യൂരിറ്റി പ്രീമിയം അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് എൻട്രി. അപ്പോൾ എന്താണ്, ഇവിടെ ഇഷ്യൂ അറ്റ് പ്രീമിയം ആയതുകൊണ്ട് ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് വരും. ക്ലിയർ? അപ്പോൾ എൻട്രി വളരെ സിമ്പിൾ ആണത്. നമ്മൾ നേരത്തെ റിഡംഷനുമായി ബന്ധപ്പെട്ട എൻട്രീസ് ഒക്കെ പഠിച്ചപ്പോൾ നമുക്ക് ഒരുപാട് ജേണൽ എൻട്രീസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അത്രയും അധികം എൻട്രീസ് ഒന്നും വരുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഏത് സോഴ്സിൽ നിന്നാണോ ഫണ്ട് എടുക്കുന്നത് ആ സോഴ്സിൽ നിന്ന് ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്ക് മാറ്റണം. പിന്നെ ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന സെക്യൂരിറ്റി ഏതാണോ വെച്ചാൽ അതിന്റെ പേരിലേക്ക് അതിനെ മാറ്റണം അല്ലെ. ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ക്യാപിറ്റൽ ആണ് ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ആണ് പ്രിഫറൻസ് ഷെയർ, ആ രീതിയിൽ അവിടെ എഴുതണം. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത നോക്കൂ, അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത കേസ് എന്ന് പറയുന്നത് പാർലി പേഡപ്പിനെ ഫുള്ളി പേഡപ്പ് ആക്കുന്ന ഒരു കേസ് ആണെന്നിരിക്കുക. പാർലി പേഡപ്പിനെ ഫുള്ളി പേഡപ്പ് ആക്കുന്ന കേസ് ആണെങ്കിൽ എന്താണ്, ആദ്യം സെയിം എൻട്രി തന്നെയാണ്. ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ബോണസ് കൊടുക്കാൻ ആവശ്യമായ ഫണ്ട് നമ്മൾ ഈ അക്യൂമുലേറ്റഡ് റിസർവുകളിൽ നിന്നും ബോണസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ എൻട്രി. അത് എല്ലാ കേസിലും അത് ആ എൻട്രി സെയിം ആണ്. ഓക്കെ, എന്താ എൻട്രി, ഏത് റിസർവിൽ നിന്നാണ് നമ്മൾ ഫണ്ട് എടുക്കുന്നത് ആ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് എഴുതും. ഓക്കെ, ഇവിടെ രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് നേരത്തെ പഠിച്ച കേസിൽ എന്തായിരുന്നു, നമ്മൾ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ നിന്നും ആ പണം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ പുതിയ ഷെയർ നൽകുന്ന എൻട്രി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ പാർലി പേഡപ്പിന്റെ ഷെയർസിൽ പാർലി പേഡപ്പിനെ ഫുള്ളി പേഡപ്പ് ആക്കുന്ന കേസിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ? അവിടെ പുതിയ ഷെയർ നൽകുന്നുണ്ടോ? പുതിയ ഷെയർ നൽകുന്നില്ല. പകരം എന്താണ്, പകരം നമ്മൾ അവര് ആ കമ്പനിയോട് അടയ്ക്കാൻ, അതായത് കമ്പനിയിലേക്ക് ഇനി അടയ്ക്കാനുള്ള എമൗണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഇനി അടയ്ക്കാനുള്ള എമൗണ്ട് ഉണ്ടാവും. ആ അടയ്ക്കാനുള്ള എമൗണ്ട് നമ്മൾ അവരോട് അടയ്ക്കേണ്ട എന്ന് പറയുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യും, അടുത്ത എൻട്രി ആയിട്ട് വരിക എന്താണ്, ഇനിയും ആ കമ്പനിയിലേക്ക് കിട്ടാനുള്ള എമൗണ്ട് ഉണ്ടല്ലോ, എത്രയാണ്, ഒരു ഫോർ എക്സാമ്പിൾ 60 രൂപയാണ് കമ്പനി കളക്ട് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പൊ ഇനി അതിലേക്ക് 40 രൂപ കിട്ടാനുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത എൻട്രി ആയിട്ട് എഴുതുക എന്താണ്, ആ 40 രൂപ അവരോട് അടയ്ക്കാൻ ആവശ്യപ്പെടും. അതായത് നമ്മൾ അവരോട് അടയ്ക്കാൻ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഫൈനൽ കോൾ ആണ്, കോൾ ചെയ്യും അല്ലെ. അവരോട് ആ 40 രൂപ അവരോട് അടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു എൻട്രി ചെയ്തു. അപ്പൊ എന്താ എൻട്രി വരിക, ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് ഷെയർ ഫൈനൽ കോൾ ലൂടെ ഷെയർ ഫൈനൽ, ഇതിനർത്ഥം ഇത് ഡ്യൂ എൻട്രി ആണ് അല്ലെ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി പാർലി പേഡപ്പിനെ ഫുള്ളി പേഡപ്പ് ആകുന്നതിന്റെ ഭാഗമായിട്ട് അവരോട് ഇനി അടയ്ക്കാനുള്ള എമൗണ്ട് അടയ്ക്കാൻ ആവശ്യപ്പെടും. ആവശ്യപ്പെട്ടു കഴിഞ്ഞ ശേഷം അവരാണ് അടയ്ക്കുന്നത്, അവരടയ്ക്കുന്നില്ല. കാരണം അവരെന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ബോണസ് ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ലേക്ക് നമുക്ക് പൈസ തരണം. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന ഇനി ശരിക്കും എഴുതേണ്ടിയിരുന്നത് എന്താണ്, നമുക്ക് ക്യാഷ് വരും. ക്യാഷ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് എഴുതും. പക്ഷെ ഇവിടെ നമുക്ക് ക്യാഷ് വരുന്നുണ്ടോ? ക്യാഷ് വരുന്നില്ല. ഇവിടെ എന്താ തീരുമാനം, ഇവിടെ കമ്പനിയുടെ തീരുമാനം എന്ന് പറയുന്നത് ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ടിലെ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ആ ഫൈനൽ കോൾ എമൗണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് കമ്പനി തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു എന്താണ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് ഇതിനു പകരം ഇവിടെ എന്തായിട്ട് മാറും, ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ട് അറ്റർ ടു ഷെയർ ഫൈനൽ കോൾ എന്ന് വരും. ഓക്കെ, അതായത് പാർലി പേഡപ്പിനെ ഫുള്ളി പേഡപ്പ് ആക്കാനുള്ള ജേണൽ എൻട്രി ആണിത്. പക്ഷെ അതിൽ എന്താണ്, ക്യാഷിന്റെ റെസിപ്റ്റ് ഇല്ല എന്ന് മാത്രം. ക്യാഷിന്റെ റെസിപ്റ്റിന് പകരം എന്താണ്, ബോണസ് ടു ഷെയർ ഹോൾഡർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിൾ ആണ് ജേണൽ എൻട്രീസ്. ഒന്ന് ശ്രദ്ധിച്ച് മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എൻട്രീസ് ഒന്ന് പഠിക്കുക കേട്ടോ, എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി എന്താണ്, ഹൗ ടു ഫൈൻഡ് ഔട്ട് നമ്പർ ഓഫ് ബോണസ് ഷെയർസ്, എത്ര ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്തണം എന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഹൗ ടു ഫൈൻഡ് ഔട്ട് നമ്പർ ഓഫ് ബോണസ് ഷെയർസ്, എത്ര ബോണസ് ഷെയർസിന്റെ ഇഷ്യൂ നടത്തണം, എത്ര ബോണസ് ഷെയർസ് നമ്മൾ ഇഷ്യൂ നടത്തണം എന്ന് എങ്ങനെ കണ്ടെത്താം. ഓക്കെ, ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ആദ്യം എന്താണ്, ബോണസ് റേഷ്യോ എന്താണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, അത് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും എന്താണ്,
ഓരോ എന്താണ് 1:2 എന്നുള്ള റേഷ്യോയിലായിരിക്കും. 1:2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1:2 എന്ന റേഷ്യോയിൽ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഇത് നോക്കുക. 2:5 എന്നുള്ള റേഷ്യോയിലാണ്. അതിന്റെ അർത്ഥം എന്താണ്? അതായത് ഓരോ 5 ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക് 2 ഷെയർ വീതം നൽകാൻ തീരുമാനിച്ചു. ഓക്കെ, നമ്മുടെ നിലവിൽ 5 ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക് 2 വീതം നൽകാൻ തീരുമാനിച്ചു എന്നർത്ഥം. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ എന്താണ് ഒരു എത്ര ബോണസ് ഷെയർ നമുക്ക് ടോട്ടലി ഇഷ്യൂ ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്, കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അത് കണ്ടുപിടിക്കുന്നത്, അതിന്റെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏറ്റവും ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ബോണസ് റേഷ്യോ എന്താണ്? ഐഡന്റിഫൈ ദി ബോണസ് റേഷ്യോ. ബോണസ് റേഷ്യോ എന്താണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ബോണസ് റേഷ്യോ ഏത് രീതിയിലായിരിക്കും തരിക? ഇപ്പോൾ 1:2 അല്ലെങ്കിൽ എന്താണ് 2:5 എന്ന രീതിയിലായിരിക്കും തരിക. ഇപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ 2:5 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 2 ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് നൽകും. ആർക്ക്? ഓരോ 5 ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക്. അപ്പോൾ ഓരോ 5 ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക് 2 വീതം നൽകും ബോണസ് ഷെയർ എന്നാണ് ഇതിനർത്ഥം. അതാണ് 2:5 എന്ന് പറഞ്ഞ അർത്ഥം. അപ്പൊ നമ്മൾ ആ റേഷ്യോ ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ, അത് കണ്ടുപിടിച്ചിട്ട് ശേഷം നമ്മൾ അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടത്? അടുത്ത് നിലവിൽ കമ്പനിയുടെ കയ്യിൽ എത്ര ഷെയർ ഉണ്ട്? ഫൈൻഡ് ദി നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് ഹെൽഡ് ബൈ ദി ഷെയർ ഹോൾഡർ. നിലവിൽ കമ്പനിയുടെ കയ്യിൽ എത്ര ഷെയർ കൈവശം വെക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ ഈ റേഷ്യോ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ഇതിനകത്ത് കാണാം നിങ്ങൾക്ക്. അതായത് നിലവിൽ 5 ലക്ഷം ഷെയർസ് കമ്പനിയുടെ കയ്യിലുണ്ട്. ക്ലിയർ? ആ കമ്പനി 2:5 എന്നുള്ള റേഷ്യോയിലാണ് ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുന്നത് വിചാരിക്കുക. അതിനർത്ഥം എന്താണ്? 5 ലക്ഷം ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ കയ്യിലുണ്ട്. 2:5 എന്നുള്ള റേഷ്യോയിലാണ് കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ 5 ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക് 2 ബോണസ് ഷെയർ വീതം നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 5 ലക്ഷം ഷെയറിന് എത്ര ബോണസ് ഷെയർ നൽകണമെന്ന് നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കുക? അത് 5 ലക്ഷം ഇൻറ്റു 2/5. അതിൽ നിന്ന് നമ്മൾ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുകയാണ് അല്ലെ. അതായത് ഈ 2/5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ 5 ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക് 2 ഷെയർ വീതം നൽകും. അങ്ങനെയെങ്കിൽ 5 ലക്ഷം ഷെയർ ഹോൾഡേഴ്സിന് എത്ര ഷെയർ നൽകേണ്ടി വരും? എങ്ങനെ കണ്ടുപിടിക്കും? 5 ലക്ഷം ഇൻറ്റു 2/5. അപ്പൊ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും അടുത്ത ബോണസ് ഷെയർസിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? ബോണസ് ഷെയർസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ വളരെ ഈസി അല്ലേ? എങ്ങനെയാണ് ബോണസ് ഷെയർസിന്റെ എണ്ണം കണ്ടുപിടിക്കുക? പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ആവശ്യമുണ്ട്, മനസ്സിലാക്കണം കേട്ടോ. എങ്ങനെയാണ് ബോണസ് ഷെയർസിന്റെ എണ്ണം കണ്ടുപിടിക്കുക? നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്ത് ചെയ്യുക? ബോണസ് റേഷ്യോ ഐഡന്റിഫൈ ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്താ ഐഡന്റിഫൈ ചെയ്യേണ്ടത്? അത് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നിലവിൽ എത്ര ഫൈൻഡ് ദി നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ്. നിലവിൽ എത്ര ഷെയർസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക. പിന്നെ എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നു? കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസിന്റെ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക. എന്ത് ചെയ്യുക? എക്സിസ്റ്റിംഗ് ഷെയർസിനെ ആ ബോണസ് റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട്, ബോണസ് ഇഷ്യൂവിന്റെ റേഷ്യോ ഉണ്ടല്ലോ, ആ റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പുതിയ നമ്പർ ഓഫ് ബോണസ് ഷെയർസ് എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഇനി ഡിസ്ക്ലോഷർ ഓഫ് ബോണസ് ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ബോണസിനെ എങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. നോക്കൂ, വൈൽ പ്രിപ്പയറിംഗ് ദി ബാലൻസ് ഷീറ്റ് ഓഫ് ദി കമ്പനി, ദ അഗ്രിഗേറ്റ് നമ്പർ ഓഫ് ഷെയർസ് അലോട്ടഡ് ആസ് ഫുള്ളി പെയ്ഡ് അപ്പ് by way of bonus shares must be disclosed in the balance sheet by way of notes to account for the period of 5 years immediately preceding the date of which the balance sheet is prepared. അതായത് ഒരു ബാലൻസ് ഷീറ്റിന്റെ ഒരു ബോണസ് ഷെയർ ഇഷ്യൂ നടത്തി കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിലേക്ക് എന്ത് ചെയ്യണം? ആ ബോണസ് ഷെയർ ഇഷ്യൂ നടത്തി തുടർന്നുള്ള 5 വർഷത്തേക്ക് എന്ത് ചെയ്യുക? അവരുടെ ബാലൻസ് ഷീറ്റിൽ നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒന്നാണത്. ആ നോട്ട്സിൽ കൃത്യമായിട്ട് കാണിക്കണം. മിനിമം ഒരു 5 വർഷത്തേക്ക് എങ്കിലും എന്ത് ചെയ്ത് കാണിക്കണം? ഇവര് ബോണസ് ഷെയർ ഇത്ര നമ്പർ ഓഫ് ബോണസ് ഷെയർസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അലോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതിനകത്ത് നോട്ട്സിൽ എടുത്ത് പറയണം എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ ബോണസ് ഷെയറിന്റെ ഇഷ്യൂ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. എങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്നുള്ള ഏരിയയിലാണ് അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. അവിടെ മിനിമം 5 വർഷത്തേക്ക് എങ്കിലും എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ ഇത് കാണിച്ചിരിക്കണം. ബോണസ് ഷെയർസ് കമ്പനി ഇത്ര ഷെയർസിന് ഇത്ര ഷെയർ എന്ന രീതിയിൽ ഇഷ്യൂ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നോട്ട്സ് ടു അക്കൗണ്ട്സിൽ കാണിക്കണം. ഓക്കെ, ക്ലിയർ? അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബോണസ് ഷെയറിന്റെ ഇഷ്യൂമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് വരും ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിന്റെ ജനറൽ എൻട്രീസ് തറവാക്കി പഠിക്കുക. പിന്നെ സെബി ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ കമ്പനി ആക്ട് അനുസരിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മൾ 2 വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 വീഡിയോസ് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം.